അപ്പൊ ഇതാക്കണ പയ്യന്നൂരിന്ന് ചെറുപുഴ പോണ ബസ്സാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ലയില് പയ്യന്നൂർ ചെറുപുഴ റൂട്ടില് ചൂരൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നത്തെ നമ്മളെ വീഡിയോ കേട്ടോ. മൊത്തം ഒരു 3.5 ഏക്കർ സ്ഥലം നല്ല ലെവൽ പ്ലോട്ടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ട് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോസ് എല്ലാം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ അതിന് ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ ഇതാക്കണ ആ കാണുന്നതാണ് സ്ഥലം. അപ്പൊ നമുക്ക് സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല 3.5 ഏക്കർ മൊത്തം ലെവൽ പ്ലോട്ടാണ്. ഒരു വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണി, ഉരുൾപൊട്ടലിന്റെ ഭീഷണി, പ്രകൃതിപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. വീട് വെച്ച് താമസിക്കണമെങ്കിൽ വീട് വെച്ച് താമസിക്കുക, പ്ലോട്ടുകളാക്കി കൊടുക്കണമെങ്കിൽ പ്ലോട്ടുകളാക്കി കൊടുക്കാഞ്ഞല്ല. നമുക്ക് ക്വാർട്ടേഴ്സുകൾ പണിയാണെങ്കിൽ അതിനും പറ്റുന്ന സ്ഥലമാണ്. ഇപ്പൊ ബിൽഡിംഗ് പർപ്പസിനൊക്കെ പറ്റി, അതായത് ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ഒരു ബിൽഡിംഗ് പർപ്പസിന് ഏർപ്പാടൊക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്ന ഒരു കീഴിലെ ഒരു പ്ലോട്ടാണ്. മൊത്തം 3.5 ഏക്കർ സ്ഥലം. അഞ്ഞിപ്പോ ഇങ്ങോട്ട് വെത്തുന്ന വഴി കാണിച്ചു കേട്ടോ. ഈ റോഡ് വരുന്ന പയ്യന്നൂരിന്ന് വരുന്ന റോഡാണ്. പയ്യന്നൂരിന്ന് വെറും 18 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്ക് വരുന്നത്. അതേപോലെ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെറുപുഴയ്ക്കാണ്. ചെറുപുഴയ്ക്ക് വെറും 16 കിലോമീറ്റർ ദൂരമാണല്ലോ. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് നമ്മളെ ചൂരൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു 3.5 ഏക്കർ സ്ഥലം വരുന്നത് കേട്ടോ. ഈ ഒരു സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്നത് കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്താണ്. അതുപോലെ വില്ലേജ് വരുന്നത് ആലപ്പടമ്പ് വില്ലേജ് ആണ്. അപ്പൊ ഇങ്ങോട്ട് എത്തേണ്ട സ്ഥലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും വിചാരിക്കണമെങ്കിൽ ഇങ്ങോട്ട് എത്തേണ്ട ലാൻഡ് മാർക്ക് പറഞ്ഞുതരാം. ആ കാണുന്ന പെട്രോൾ പമ്പാണ് കേട്ടോ. ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പാണ് കാണുന്നത്. പിന്നെ തൊട്ടുപുറത്ത് പുതിയ ബിൽഡിംഗ് എല്ലാം വരുന്നുണ്ട്. കടകളെല്ലാം തുടങ്ങാനുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചൂരലിലോട്ട് പോണ റോഡാണ്. ഏകദേശം 1 കിലോമീറ്ററിന്റെ ഉള്ളിലോട്ട് നമുക്ക് ചൂരൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താവുന്നതാണ്. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് നമ്മളെ പ്ലോട്ട് വരുന്നത്. അവിടെയാണ് കേട്ടോ. ഇനി പോയോക്കാം നമുക്ക്. വാ. അപ്പൊ ഇതാക്കണ ഈ റോഡ് വരുന്ന നമ്മളെ പ്ലോട്ടിലോട്ടുള്ള വഴിയാണ്. 4 മീറ്റർ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് വണ്ടി വേണമെങ്കിലും സൈറ്റിലോട്ട് എത്താൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് നമ്മൾ പ്ലോട്ടിന് അടുത്തോട്ട് എത്താറായിട്ടോ. ഇനിയിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ് പരമായ പർപ്പസിനൊക്കെ പറ്റുന്ന സ്ഥലമാണെന്നുള്ള നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ്സോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട കറണ്ടിന്റെ കണക്ഷൻ ആണ്. നമുക്ക് സാധാ കറണ്ടിന്റെ കണക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ 3 ഫേസ് കറണ്ട് കണക്ഷൻ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ കൂടെ പോകുന്നുണ്ട്. പിന്നെ നമ്മളെ സ്ഥലത്തിന്റെ അതിന് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാട്ടോ. ഇവിടുന്ന് തുടങ്ങിയിട്ട് അങ്ങനെ കിടക്കാണ്. മൊത്തം 3.5 ഏക്കർ സ്ഥലം ഇങ്ങനെ നിരന്ന് കിടക്കാട്ടോ. നല്ല ലെവൽ പ്ലോട്ടാണ്. ഇങ്ങോട്ട് നോക്കി നിങ്ങള് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങേ തല വരെ കാണട്ടോ. അത്രയ്ക്ക് ലെവലായിട്ട് കിടക്കണ നല്ലൊരു കിടിലൻ ഒരു പ്ലോട്ടാണ് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നുള്ളത്. കണ്ടില്ല നിങ്ങള്, നല്ല ലെവലായിട്ട് കിടക്കുന്ന സ്ഥലം. നല്ല 4 മീറ്റർ റോഡോട് കൂടി കിടിലൻ ഒരു പ്ലോട്ട് ആണ്. ടാറിങ് റോഡ് ഇതാക്കണം. ആ കാണുന്നതാണ് റോഡ്. ഇഷ്ടം പോലെ വണ്ടികളാണ് കേട്ടോ. ഒരുപാട് വണ്ടികൾ പോകുന്നതാണ്. പയ്യന്നൂർ ചെറുപുഴ റൂട്ടിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. വീട് വെക്കണമെങ്കിൽ വീട് വെക്കുക, ഹൗസ് പ്ലോട്ടുകളാക്കി തിരിച്ചു കൊടുക്കണമെങ്കിൽ വില്ല പ്രൊജക്ടിനൊക്കെ പറ്റുന്ന സ്ഥലം കൂടിയാണ്. അതുപോലെ ക്വാർട്ടേഴ്സുകൾ പണിയാ. ഇനിയിപ്പോ അതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയാ മറ്റ് ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലും ബിൽഡിംഗ് ഒക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ഒരു എയർപോർട്ടോ കാര്യങ്ങളൊക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കിടക്കാച്ച സ്ഥലമാണ് കേട്ടോ. വന്ന് നോക്കി എന്തായാലും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു വീടൊക്കെ വെച്ച് താമസിക്കേണ്ട വീടുകളിൽ പ്രായം ചെന്ന അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് പള്ളിയിലൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ 2 കിലോമീറ്ററിന്റെ ഉള്ളിൽ അരഞ്ചാൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ഇപ്പൊ ഓരോ ഓട്ടോയും കാര്യങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എത്ര വണ്ടിയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ്. വണ്ടികളൊക്കെ സൈറ്റിൽ എത്തുകയും ചെയ്യും. പിന്നെ ഇതാക്കുന്ന ഒരു 1/2 കിലോമീറ്ററിന്റെ ഉള്ളിൽ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മുസ്ലിം പള്ളി ഉണ്ടാവും, പോലെ അമ്പലമുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് ഇവിടെ ആ ഒരു ഭാഗത്ത് ഒരു കിണറുണ്ടാവും പോലെ, ആ ഒരു സൈഡില് റോഡും പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. നമുക്ക് തല ഇതാക്കണം ഇങ്ങനെ നിരന്ന് കിടക്കാം കേട്ടോ. ഇങ്ങനെ തലക്കെന്ന് നോക്കിയാൽ അങ്ങേ തല വരെ തെളിഞ്ഞ് കാണും. ഈ ഒരു സ്ഥലത്തോട്ട് നിങ്ങൾ ചെറുപുഴ എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു 16 കിലോമീറ്റർ ദൂരമുള്ള, അതുപോലെ പയ്യന്നൂരിന്നാണെങ്കിൽ ഒരു 18 കിലോമീറ്റർ ദൂരമുള്ള, കണ്ണൂരിൽ നിന്ന് വരാണെങ്കിൽ ഒരു 52 കിലോമീറ്റർ, അതേപോലെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 64 കിലോമീറ്റർ ദൂരമാണുള്ളത്. പിന്നെ നിങ്ങൾ പെരിങ്ങോത്ത് നിന്നൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ പെരിങ്ങോത്ത് നിന്ന് ഒരു 4.5 കിലോമീറ്റർ ദൂരമാണ്. തൊട്ടടുത്ത് നമുക്ക് CRPF ക്യാമ്പ് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വെറും 2 കിലോമീറ്റർ ദൂരമാണല്ലോ കേട്ടോ. ഇനി ഇതിനകത്തൊരു കിണറുണ്ട്. ആ വെള്ളം എന്ന് പറഞ്ഞാൽ വറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട്. അത് ഇങ്ങോട്ട് വരിക കാണിച്ചാൽ അങ്ങോട്ട് നോക്കി കാണുന്ന കിണറാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നിലവിൽ നല്ല വെള്ളം ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ കിണറ്റിക്ക് എത്രങ്ങാനും വെള്ളമാണ് അറിയോ. അങ്ങോട്ട് നോക്ക്, കിണറ് ഇനിയിപ്പോ ഈ ഒരു സ്ഥലം എടുത്ത് കഴിഞ്ഞ് നിങ്ങൾ വീടൊക്കെ വെച്ച് താമസിക്കേണ്ട, കിണർ കുഴിക്കാല്ല ബോർവെല്ല ആക്കിയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. അതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ എനിക്ക് കാണിച്ചു തരുന്നത്. കണ്ടമാനം വെള്ളം ഉണ്ട് അല്ലേ. എവിടെ കിണർ കുത്തി കഴിഞ്ഞാലും ഇഷ്ടം പോലെ വെള്ളം കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു പഞ്ഞോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല തെളിഞ്ഞ നല്ല അടിപൊളി കിണറും അടിപൊളി വെള്ളമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അല്ലെ. അതെ. അപ്പൊ നമ്മൾ പ്ലോട്ടിന്റെ ഇപ്പൊ റെന്റിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നാണ് ഇപ്പൊ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരി, വേറൊരു സംഭവം കാണിച്ചു തരാം. അങ്ങോട്ട് വരി. നല്ല ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല കാഴ്ചയുള്ള സ്ഥലം. നമ്മൾ നേരത്തെ പ്ലോട്ടിലോട്ട് വരുന്ന ടൈമില് കുറെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല നമ്മളെ ഹൈവേ റോഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ആ കാണുന്നത്. പിന്നെ ഇതാക്കണ് പറമ്പിന്റെ ചുറ്റുഭാഗം ഇതേപോലെ വേലി ഫുള്ള് ബൗണ്ടറി തിരിച്ചിട്ടുള്ള സ്ഥലം കൂടിയാണ്. ഇനി ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് റോഡ് പോകുന്നുണ്ട്.
ഭാവിയിൽ വേണമെങ്കിൽ നമ്മൾ വീട് ഈ ഒരു സ്ഥലം ഇവിടെയൊക്കെ നമ്മൾ സ്ഥലം എടുത്ത് വീട് വെച്ച് താമസിക്കാണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് റോഡ് ഫ്രണ്ടേജ് കിട്ടണം കേട്ടോ. ഇങ്ങോട്ട് നോക്കി. ഇനിയിപ്പോൾ നിങ്ങൾ പ്ലോട്ടായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേ വണ്ടി കൊണ്ടുവരാനുള്ള സൗകര്യത്തിന് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നാണ് വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഇവിടെ നിന്നുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത ഈ ഒരു ഭാഗത്തോട്ടാണ് പോകേണ്ടത്. ഇപ്പൊ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, അതുപോലെ കോളേജുകളുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെരിങ്ങോത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ തൊട്ടടുത്ത് വെക്കണം. അപ്പുറത്തൊക്കെ ഫുള്ള് കൃഷികളൊക്കെയാണല്ലോ, വാഴ കൃഷി അതുപോലെ തെങ്ങും തോട്ടമൊക്കെയാണ് ഇപ്പൊ അങ്ങോട്ട് കാണുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾ ഈ സ്ഥലം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നല്ല മണ്ണുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. പിന്നെ കറണ്ടിന്റെ കണക്ഷനൊക്കെ പ്ലോട്ടിൽ തന്നെ ഉണ്ട്. നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ചെറുപുഴ റൂട്ടിൽ നിന്ന് പയ്യന്നൂർ ചെറുപുഴ റൂട്ടിൽ ചൂരൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം 3.5 ഏക്കർ പ്ലോട്ടാണ്. കണ്ടില്ലെങ്കിൽ ലെവലായിട്ട് കിടക്കുന്ന ഭൂമിയാണ്. എന്ത് ഏർപ്പാടുകൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലം പ്ലോട്ടാണ്. ഏകദേശം ഒരു 4 മീറ്ററോളം റോഡിന് വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സ്കൂളുണ്ട്, പള്ളിയുണ്ട്, അമ്പലമുണ്ട്, ചർച്ചുണ്ട് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ അടുത്ത് അവൈലബിൾ ആണ്. വീട് വെക്കണമെങ്കിൽ വീട് വെക്കാം, ഹൗസ് പ്ലോട്ടായിട്ട് വേണമെങ്കിൽ ഹൗസ് പ്ലോട്ട്, എങ്ങനെയാണോ നിങ്ങളെ ബഡ്ജറ്റ് ആ ബഡ്ജറ്റിനനുസരിച്ച് ഇവർ കൊടുക്കാൻ റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് എന്ത് പർപ്പസിനും പറ്റുന്ന നല്ല കിടിലം പ്ലോട്ടാട്ടോ. ഓണർ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ബഡ്ജറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള സ്ഥലങ്ങൾ ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് 10 സെൻറ്റ് വേണമെങ്കിൽ 10 സെൻറ്റ് എങ്ങനെ വേണം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് കൊടുക്കാൻ ഇവർ റെഡിയാണ്. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറായിട്ട് ഒന്ന് വിളിക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.